നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ കേരളത്തിലെ രക്തസാക്ഷി ഐജാർ മഹേഷിന്റെ അമ്മ രാധിക സിറ്റി ന്യൂസിനോട് മനസ്സ് തുറക്കുന്നു. സമരവിജയം ഏറെ ആശ്വാസം നൽകുന്നതായി ഐജയുടെ അമ്മ രാധിക പറഞ്ഞു. ഇനി ആർക്കും ഈ അവസ്ഥ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയാണുള്ളതെന്നും രാധിക. മകൾക്കും ജീവിതം നഷ്ടമായ എല്ലാവർക്കും നീതി കിട്ടണമെന്നാണ് ആഗ്രഹമെന്നും ഐജയുടെ അമ്മ രാധിക കൂട്ടിച്ചേർത്തു. സിറ്റി ന്യൂസ് എക്സ്ക്ലൂസീവ്. രാജിവെച്ചു MTI ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചുമതലക്കാരൊക്കെ തന്നെ ഒഴിഞ്ഞു മാറേണ്ട അല്ലെങ്കിൽ രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. പരിപൂർണമായി നീതി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. പരിപൂർണമായിട്ട് ലഭിച്ചു എന്ന് തോന്നണമെങ്കിൽ ഇനി ഒരു കുട്ടിക്ക് ഇത് വരാതിരിക്കണം എന്ന് മാത്രമേ എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റൂ. ഇനിയുള്ള എക്സാമിലും ഒരു കുട്ടിയെങ്കിലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കണ്ടേ. ഈ സമരത്തിന്റെ വിജയം അതിനൊരു വഴിയൊരുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും ആൾക്കാർ അവിടെ പോയി കുട്ടികൾക്ക് വേണ്ടി ഇത്രയും ശ്രമിച്ചില്ലേ, അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. ഈ കുട്ടികളെ പരിഗണിക്കാതിരിക്കുമ്പോൾ പുതിയ രാജ്യത്തെ തലമുറയെ തന്നെയാണല്ലോ പരിഗണിക്കാതിരിക്കുന്നത്. അതെ, എത്രയോ കുട്ടികൾ എത്ര എക്സാം എഴുതുന്നത്. എൻ്റെ മോൾ തന്നെ ഒരുപാട് എക്സാം എഴുതുന്നുണ്ട്. ഒരു എക്സാം മാത്രമല്ലല്ലോ, ഒരുപാട് എക്സാം എഴുതി ഇതിലേക്ക് അവർ പ്രിപ്പയർ ആയി വരികയല്ലേ ചെയ്യുന്നത്. ഓരോന്ന് ചെയ്ത് അപ്പോൾ അവർ ഒരു ലെവലെത്തിക്കഴിഞ്ഞാൽ അതന്നെ മതി എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. അപ്പോൾ അതിനൊരു ഇത് വരുമ്പോൾ കുട്ടികളെ മാനസികാവസ്ഥ ആകെ തകരും. ഈ പരീക്ഷ എഴുതുന്ന കുട്ടികളെ പരിഗണിക്കുന്നില്ല, അവർ ആ പഠനത്തിനെ ഒന്നും മതിക്കുന്നില്ല, വില മതിക്കുന്നില്ല. അതാ ഇവിടെ സംഭവിച്ചത്. അവർക്ക് അറിയാം ഒരു എക്സാം വർഷത്തിൽ ഒരു എക്സാം മാത്രമേ നീറ്റ് എക്സാം നടത്തുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഇത് വാല്യൂ കൊടുത്തിട്ട് വേണ്ട ഓരോ എക്സാം നടത്താൻ വേണ്ടിയിട്ട് അതവർ ചെയ്തില്ല. സർക്കാർ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. കുട്ടികൾ ഊണും ഉറക്കും നഷ്ടപ്പെട്ടിട്ട് അതും ഒരു വർഷം മാത്രമല്ല 3-4 തവണ എഴുതുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയും കൂടി പരിഗണിക്കണ്ടേ.